അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. സ്നേഹമുള്ളവരെ, എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം കൊല്ലം ശൂരനാട് നിന്നാണ് അദ്ദേഹം വരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട വലിയൊരു അനുഭവമാണ് ഇന്ന് നമ്മളോട് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. രോഗസൗഖ്യമായി ദൈവം അദ്ദേഹത്തെ എടുത്തുയർത്തി. ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു അദ്ദേഹം. ഇവിടെ ധ്യാനിക്കാൻ വന്നു. ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. പിന്നീട് അദ്ദേഹം വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു അല്ലേ? എന്തായാലും എങ്ങനെയായിരുന്നു ഈശോ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടത്? ഞാൻ 2005 ഈശോ അറിയുന്നത്. 2005 ഈശോ അറിയുമ്പോൾ ഞാൻ ആമാവ രോഗിയായിരുന്നു. ഏകദേശം 13 വർഷം പഴക്കമുണ്ടെന്ന് എൻ്റെ ആമാവ രോഗത്തിന്. 2005 ഈശോ അറിയുന്ന സമയത്ത് എനിക്ക് 13 വർഷം രോഗത്തിൻ്റെ ഒരു അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് അച്ഛനോ അമ്മയോ സഹോദരങ്ങളൊന്നും എന്നെ ചികിത്സിക്കാനൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ജീവിച്ചിരിപ്പുണ്ട്. അവർക്കും ചികിത്സിക്കാൻ വേണ്ടി സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരില്ലായിരുന്നു. ചികിത്സിച്ചാൽ ഭേദപ്പെടുന്ന അവസ്ഥ എനിക്കില്ലായിരുന്നു. എൻ്റെ മാനസികാവസ്ഥയൊക്കെ ഒരുപാട് ഫെയിലായിരുന്നു. അതിൻ്റെ അങ്ങനെ ഭേദപ്പെടുന്ന അവസ്ഥയല്ലായിരുന്നു. അതിനുപരിയായിട്ട് ഞാൻ ധ്യാനത്തിൽ വരുമ്പം എനിക്ക് ഒരുപാട് വാശിയും വൈരാഗ്യം വിദ്വേഷമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ഒന്നും എനിക്ക് അത് തെറ്റാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈശോയെ വന്ന് അറിഞ്ഞു. ഈശോ അറിഞ്ഞപ്പം 2005 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ധ്യാനം കൂടുന്നത്. ആദ്യമായിട്ട് ഈശോ അറിയുന്നത്. ഈശോ ദൈവമാണെന്നൊക്കെ അന്നേരം ഞാൻ അറിയുന്നത്. അതിന് മുമ്പ് അറിയത്തില്ലായിരുന്നു. അതിന് മുമ്പ് ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നുള്ള ഇതേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. എല്ലാം അറിയത്തില്ലായിരുന്നു. അങ്ങനെ ധ്യാനം കൂടി മാനസികമായിട്ടൊക്കെ ഒരുപാട് ഞാൻ മെച്ചപ്പെട്ട് പിന്നെ വാശിയും വൈരാഗ്യം വിദ്വേഷമൊക്കെ എടുത്ത് മാറ്റി ക്ഷമിക്കാൻ തീരുമാനം എടുത്തു. അങ്ങനെ ഒരു 6-7 മാസം ധ്യാനത്തിനകത്ത് എനിക്ക് രോഗസൗഖ്യം എനിക്ക് ശരീരത്തിൽ ഫീൽ ചെയ്തു. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പരിശോധിച്ചു, ഒരു റിപ്പോർട്ട് ചെയ്തു. ഡോക്ടർ റിപ്പോർട്ട് ചെയ്തു. എൻ്റെ രോഗം സുഖപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത്. എൻ്റെ ആമാരോഗം എനിക്ക് പൂർണ്ണമായിട്ട് ഒരു ഹൈ മേഖലയിലായിരുന്നു. ഒരു 1000 അടുത്ത് വരുന്ന ഡോക്ടർ റിസൾട്ട് വരുമ്പോൾ 1000 അടുത്ത് വരുന്ന ഇതൊക്കെ ആയിരുന്നു ആദ്യ സമയങ്ങളിൽ. അതിനുശേഷം ഡോക്ടർ നോർമൽ അവസ്ഥ പറഞ്ഞ് 200 ആയിരുന്നു. അങ്ങനെ ഒരു 6-7 മാസത്തെ എൻ്റെ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ ഈശോ അറിഞ്ഞ് ജീവിച്ചപ്പോൾ ഒരു കറക്റ്റ് 7 മാസമായപ്പോൾ രോഗം സുഖപ്പെടുന്ന റിപ്പോർട്ട് വന്നു. ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. ഞാനത് 2005 ഡിസംബറിൽ തന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. നിലവിൽ ഞാൻ ഓക്കെയാണ്. എനിക്ക് രോഗമില്ല. ഇപ്പം ശേഷം ഇപ്പോൾ 21 വർഷമായി ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട്. 21 വർഷങ്ങൾ 100% ഞാൻ ഈശോയെ തന്നെ ജീവിക്കുന്നു. എനിക്ക് തിക്താനുഭവങ്ങൾ പലതും ഉണ്ട്. എന്നിരുന്നാലും ഞാൻ ഈശോയുടെ സ്നേഹത്തിൽ ഞാൻ ജീവിക്കുന്നു. മറ്റൊരു കാര്യം, ഇപ്പോൾ ആദ്യം ഹൈന്ദവ വിശ്വാസിയായിരുന്നല്ലോ. അതിന് മുമ്പ് എന്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ അതിന് മുമ്പ് കൂലിപ്പണിക്ക് പോകുന്ന ഒരാളായിരുന്നു. അതിന് ശേഷം ഞാൻ നിലവിൽ പിന്നെ എല്ലാ വർക്കും ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഞാൻ ബിസിനസ്സായിരുന്നു. എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് അന്ന് അറിഞ്ഞത്? അല്ലെങ്കിൽ ആരായിരുന്നു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചത് ഇവിടേക്ക്? എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരൻ ഒരു പൂജാരിയാണ്, ഒരു ക്ഷേത്ര പൂജാരിയാണ്. അറിയപ്പെടുന്നത് വിഷ്ണു നമ്പൂരിപ്പാടെന്ന് അറിയപ്പെടുന്നത്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടായതിൻ്റെ പേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞ് യേശുവിൻ്റെ പോയി പ്രാർത്ഥിക്കുക, അസുഖം മാറും. അപ്പോൾ ഞാൻ പുള്ളിയെ ചോദിച്ചു, പൂജാരിയാണോ പറഞ്ഞത് ഈശോൻ്റെ അടുത്തേക്ക്? എൻ്റെ സെയിം ഏജുള്ള, എൻ്റെ സെയിം നാളുള്ള ഒരു പൂജാരി. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ 2 ഒരേ സ്വഭാവക്കാരൊക്കെയാണ്, ദേഷ്യക്കാരൻ. ഞാനും ദേഷ്യപ്പെടുന്ന ആളാണ്, പുള്ളിയും ദേഷ്യപ്പെടുന്ന ആളാണ്. പുള്ളി എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്തൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ പോയി പ്രാർത്ഥിച്ച് അസുഖം മാറും, പോയി ചെയ്യ്, ആർക്കും പറയരുത് ഞാൻ പറഞ്ഞെന്ന് നമുക്ക് എൻ്റെ പറഞ്ഞു. പുള്ളിക്കാരെ പക്ഷേ അപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. തെറ്റൊന്നുമല്ല, കാരണം ഞങ്ങളെല്ലാവരും ഒരേ മേലെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അതിൻ്റെ തെറ്റൊന്നുമില്ല. അങ്ങനെ പുള്ളിയാണ് എന്നെ ഈശോയിലേക്ക് വിടുന്നത്. അങ്ങനെ കരുനാഗപ്പള്ളി അരമത്തോളത്തുള്ള ഒരാളിനെ പരിചയപ്പെടുത്തി, ഒരു മോളിയമ്മാമ്മയും ചോറിച്ചനെയും പരിചയപ്പെടുത്തി. പുള്ളിക്കാരനാണ് എന്നെ അന്ന് ബസ് കയറ്റി വിടുന്നത്. അന്ന് ഞാൻ ബാക്കി നടക്കുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വടി വേണം. അന്നത്തെ 26-27 വയസ്സിൽ എനിക്ക് വടിയൊക്കെ ഉപയോഗിച്ച് വരാൻ നാണൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. എന്നെ കൊണ്ടുവരുന്ന അച്ഛനും അമ്മയ്ക്കൊന്നും എന്നെ വേണ്ട, സഹോദരങ്ങൾക്ക് എന്നെ വേണ്ട. അപ്പം അവരൊന്നും പൈസ ചിലവാക്കുന്ന ആൾക്കാരൊന്നുമല്ല. പൈസ ഉണ്ടോ വെച്ചാൽ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ ഇവിടെ എത്തി. ഈശോ എന്നെ എത്തിയ സമയത്തിന് എന്നെ തൊട്ടു. കാരണം ആദ്യം വന്ന് ഇപ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസം എന്ന് വന്നതാണ്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരുന്നു. ഇവിടെ നടക്കുന്നത് ഒരു കരിസ്മാറ്റിക് ധ്യാനമാണ്. എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു? ഇതെന്ത് പ്രാർത്ഥന, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു അവിശ്വാസം ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ആദ്യ സമയം? ആദ്യമൊക്കെ എനിക്ക് കൈയടിച്ച് പറയാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ദൈവം എന്നൊരു കൺസെപ്റ്റ് ഉള്ള ഒരാളായതിൻ്റെ പേരിൽ തന്നെ ക്രിസ്ത്യ വിശ്വാസം ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ളത് അങ്ങനെ ഉൾക്കൊണ്ടു. അങ്ങനെ ഉൾക്കൊണ്ടെന്ന് മാത്രമല്ല, ഞാൻ ഒരുപാട് നിസ്സഹായാവസ്ഥയിലാണ്. എനിക്ക് ആരുമില്ല. എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എനിക്ക് ആരുമില്ല. എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഈശോയിലൊന്ന് നോക്കാം, ഒരു കച്ചിത്തിരുമ്പ് പോലെ ഈശോയെ നോക്കാം എന്നൊരു ധാരണയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇറങ്ങുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് ആഹാരം നിവൃത്തിയില്ല. ഞാൻ ഇരിക്കുന്ന ഇരിപ്പുറത്ത് ആഹാരം കിട്ടുന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ വന്നത് അങ്ങനെയാണ്. 1 മാസം ഇറങ്ങി ഇരുന്ന ഇരിപ്പിൽ ആഹാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് അന്നത്തെ സന്തോഷം. രോഗം സുഖപ്പെടുന്നൊരു കൺസെപ്റ്റ് അല്ലായിരുന്നു. അപ്പം ഒരു ലാഭം കൂടെ, ആഹാരത്തിൻ്റെ കൂടെ പിന്നെ അസുഖം മാറിയാൽ അതൊരു ലാഭം, അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഏത് സമയത്താണ്, ഏത് ധ്യാനം നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആരാധന സമയത്താണോ, എപ്പോഴാണ് ഈ ഒരു രോഗസൗഖ്യം അനുഭവിച്ചത്? അങ്ങനെയല്ല, ഒരു നിശ്ചയ സമയത്തല്ല. ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് പോലെ ഇങ്ങനെ ഒരു 6-7 മാസം ഉണ്ടായിരുന്നു.
എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുമ്പോൾ വാശിയും വൈരാഗ്യം ദോഷമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല. അതൊക്കെ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു അവസ്ഥയല്ലായിരുന്നു. ആ കാര്യങ്ങൾ എനിക്ക് ചാനലും പോയി പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ഞാൻ തുറന്നു പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ ഞാൻ ഉൾക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് തന്നെ ഒരു 5-6 മാസം എടുത്ത്. ഈ 5 മാസം ആയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറയാൻ തുടങ്ങി, അസുഖം മാറി. അന്നത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഒരു ഡോക്ടറെ കാണുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഡോക്ടറെ കാണുന്നതിൻ്റെ പൈസ ഇല്ല, ചെക്കപ്പിന് വന്നതിൻ്റെ പൈസ ഇല്ല. എങ്ങനെയൊക്കെ ഞാൻ ഡോക്ടറെ കണ്ടു. 2 ഡോക്ടർമാരെ കണ്ടപ്പം 3 പേർക്ക് ഞാൻ ഈ ക്രിസ്തു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞില്ല. 4ാം ഡോക്ടറെ കണ്ടപ്പോഴേ ഒരു ക്രിസ്ത്യ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഡോക്ടറായിരുന്നു. പുള്ളിയൊക്കെ പറഞ്ഞു, ഞാൻ ഇപ്പം നിലവിൽ ക്രിസ്തു ബാക്ക്ഗ്രൗണ്ടിലാണ് ജീവിക്കുന്നത്. അപ്പം പുള്ളി എൻ്റെ ചോദിച്ചോ, ഇയാൾ അസുഖം മാറിയെന്നറിയാൻ വേണ്ടി വന്നതാണോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെക്കപ്പ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 100% പോസിറ്റീവായിരുന്നു. ഡോക്ടർ നേരത്തെ എത്ര പറഞ്ഞ നെഗറ്റീവ്, ഈ അസുഖം നോർമൽ ആകാൻ വേണ്ടി എത്ര 200 അത്. അതിന് മുമ്പേ 1000 മേപ്പറുള്ളൊരു ഇതായിരുന്നു. അത് 200ആയി. രക്തം വളരെ ഡൗൺ ആയിരുന്നു. രക്തം എല്ലാം നോർമലായി, ഹീമോഗ്ലോബിൻ നോർമലായി. ഡോക്ടർ പറഞ്ഞു, ഇയാൾക്ക് ഒരു അസുഖം ഇല്ല, ഇയാളിനെ ഒന്നും ചിന്തിക്കണ്ട, തിരിഞ്ഞൊന്നും ചിന്തിക്കണ്ട, ഇയാളെ കൊണ്ട് ഒക്കുന്ന ആഹാരമൊക്കെ കഴിച്ചാൽ ജീവിക്കും, ഇയാൾ ആരോഗ്യമായിട്ടൊക്കെ ഒന്ന് മെച്ചപ്പെടും ആഹാരമൊക്കെ കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു നിശ്ചയ ധ്യാനം കൂടി, അല്ല നിശ്ചയ ഒരു ആരാധനയ്ക്കകത്ത് പങ്കെടുത്ത് അങ്ങനൊന്നും പറയുന്നില്ല. ഒരു 7 മാസത്തെ പ്രോസസ്സിങ്. അതായത് ആ ഒരാഴ്ച ധ്യാനം കൂടിയതിന്റെ അനുഭവം ഈശോ ഒത്തിരി ഡെവലപ്പ് ചെയ്തു. അല്ല, ആ ഒരാഴ്ച ധ്യാനം കൂടിയ അനുഭവം ഒരു 7 മാസത്തോളം ആ ഒരു അല്ല, ഞാൻ 4 ധ്യാനം അടുപ്പിച്ചു. ഫസ്റ്റ് ടൈം കൂടിയത്. ഫസ്റ്റ് ടൈം വന്നിട്ട് 4 ധ്യാനം കൂട്ടപ്പെടുന്ന് പോകുന്നത്. ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ റിട്ടേൺ വന്നിട്ട് പിന്നെ ഒരു 3 ധ്യാനം കൂടി. അങ്ങനെ 7 ധ്യാനം കൊണ്ട് 7 മാസം ഒരു പ്രോസസ്സിങ്. എന്നിന്നും ആന്തരികമായിട്ടൊക്കെ ഒത്തിരി മെച്ചപ്പെടുത്താൻ ഈശോ ശ്രമിച്ചു. അതൊക്കെ മെച്ചപ്പെടുത്തി. ഷൺമുഖം ബ്രദർ ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ ഞാൻ 18 വർഷമായി മാംസം സ്വീകരിച്ചിട്ട്. വിശ്വാസം മേലെ വന്നിട്ട് 21 വർഷമായി. 18 വർഷമായിട്ട് ക്രിസ്ത്യാനിറ്റി ജീവിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 15 വർഷമായി. അതിനിടയ്ക്ക് ഒരു മോളോട് ജനിച്ച്, അതൊരു സാക്ഷിയാണ്. ആ മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിച്ച് എനിക്ക് 5 വർഷം കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അതും ഈ പറഞ്ഞ മാതിരി ഒത്തിരി മാനസിക വിഷയങ്ങളുള്ള കൂട്ടത്തിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞുണ്ടാകാനൊക്കെ ഭാര്യ സഹകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ എന്നാലും ശരി തന്നെ തമ്പുരാൻ്റെ മുമ്പ് ഞാൻ വന്നൊരു 2014 വന്നൊരു ധ്യാനം കൂടിയാണ്. 2014 ജൂൺ മാസത്തിൽ ഒരു ധ്യാനം കൂടി. ആ ധ്യാനം കൂടി മക്കളില്ലാത്തൊരു ധ്യാനമായിരുന്നു. അങ്ങനെ ഭാര്യ വന്നില്ല. ഭാര്യ വരാതിൻ്റെ കാരണം അവളെ സീരിയൽ കാണിച്ചില്ല എന്ന് പറയുന്നത് വന്നില്ല. ധ്യാനത്തെല്ലാം 6 മാസം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഞാനൊരു കോഴി കച്ചവടക്കാരനാണ്, കോഴിയിറച്ചി കച്ചവടം ഒരാളാണ്. അങ്ങനെ 6 മാസം മുമ്പേ ഒരു ധ്യാനം പ്ലാൻ ചെയ്തു. ജനുവരി ധ്യാനം പ്ലാൻ ചെയ്തു, ജൂണിലെ ധ്യാനം. അപ്പോൾ 6 മാസം ഗ്യാപ്പിലാണ് ഒരു പ്ലാനിങ് വരുന്നത്. ധ്യാനത്തിന് ഒരാഴ്ചയുള്ള ഭാര്യ പറഞ്ഞ് സീരിയൽ കാണിക്കാൻ ഞാൻ വരത്തില്ലെന്ന്. ഞാൻ പറയും, കുഞ്ഞ് നിനക്കൂടെ വേണ്ടേ, അതുകൊണ്ട് നീ വാ. സമയം വന്നില്ല. സമയം ഞാൻ വിചാരിച്ച് വരുമെന്ന് വിചാരിച്ചു, സമയമായപ്പോൾ വന്നില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നിരാശകൾ വന്ന് ധ്യാനം കൂടി. 400 ഫാമിലി പങ്കെടുത്ത ഒരു ധ്യാനമായിരുന്നു. അതിൽ ഞാനും വേറൊരു ചേട്ടനും ഉണ്ടായിരുന്നു. ആ ചേട്ടന് ഭാര്യയ്ക്ക് ലീവ് കിട്ടാൻ വേണ്ടി വന്നില്ല. എൻ്റെ ഭാര്യ സീരിയൽ കാണിച്ചില്ലാൻ പറഞ്ഞു വന്നില്ല. എന്നിരുന്നാലും ഞാൻ ആ 2014 ജൂൺ മാസത്തിൽ ദമ്പതിധ്യാനം കൂടി. മക്കളില്ലാത്തവർക്കുള്ള 400 ധ്യാനം വേറെ ധ്യാനമായിരുന്നു. 400 ഫാമിലിയുടെ ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിന് ശേഷം 2017 ജൂൺ മാസം എനിക്കൊരു മോള് ജനിച്ചു. മോള് ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എൻ്റെ ഭാര്യയ്ക്ക് 13 വയസ്സ് തൊട്ടേ അനീമിയ രോഗമുള്ള സ്ത്രീയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് അത്, അനീമിയ രോഗമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഗർഭിണികൾക്ക് ചെറിയ അനീമിയൊക്കെ ഉണ്ടാകും. ഇതങ്ങനല്ല, കൗമാരത്തിൽ ആരംഭിക്കുന്ന രോഗം അത് ലോങ് ടൈം ഉണ്ടാവും. എല്ലാ ടൈമിലും മരുന്ന് കഴിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ പ്രസവിക്കത്തില്ല, ഗർഭിണിയാവത്തില്ല. ഇനിയിപ്പോൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കുഞ്ഞ് ഔട്ടാവും, ഇല്ലെങ്കിൽ അമ്മ ഔട്ടാവും, ഇല്ലെങ്കിൽ രണ്ടും ഔട്ടാവും. അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ വിഷയങ്ങളും അത്തരം മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അതിജീവിച്ച് ഈശോ ഒരു കുഞ്ഞിനെ തന്ന്, യാതൊരു കുഴപ്പമില്ല. ആ കുഞ്ഞ് ഇന്ന് 9 വയസ്സുണ്ട്. അവളുടെ അമ്മയുടെ കൂടെ ജീവിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നൽകി. ഇപ്പോഴും ആ ഒരു ദൈവത്തോടുള്ള നന്ദി പറഞ്ഞുകൊണ്ടും ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നുകൊണ്ടും ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്ന വ്യക്തിയായിരുന്നിട്ട് കൂടി അദ്ദേഹം ഇപ്പോഴും ഡിവൈനിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ആഴ്ച അദ്ദേഹം ധ്യാനത്തിലാണ്. എന്തായാലും ഇനിയും ജീവിതത്തിലേക്ക് ഒരുപാട് ഇനിയും ദുഃഖങ്ങളിലും തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ദൈവം അത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഈ ഒരു ധ്യാനത്തിലൂടെ ഒരുപാട് ദൈവം ഹൃദയത്തിൽ തൊടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവകൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവകൃപയുടെ സാക്ഷ്യങ്ങൾ.